ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു റൈസ് എഡ്യൂക്കേഷൻ. യെസ്, നമ്മുടെ ബേസിക് സയൻസിൽ നമുക്ക് ബയോളജിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ലെറ്റ്സ് കൾട്ടിവേറ്റ് റിപ്പൻ ഗുഡ്നസ് അല്ലേ. സോ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പോർഷൻസ് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക. ഫൈൻ. യെസ്, ചൂസ് ദ റൈറ്റ് കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻ ഗിവൺ ബിലോ വേർ the pairs are correctly matched അല്ലേ. യെസ്, മാച്ച് ചെയ്യാനാണ്. സോ എന്താ, ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, 4 ടൈപ്പ് ഫെർട്ടിലൈസേഴ്സ് ആണുള്ളത്. സോ ബയോ ഫെർട്ടിലൈസേഴ്സ് അല്ലേ. ബയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് ഓർഗാനിസം ആണ്, അഥവാ മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യാണ്, ബ്രേക്ക് ഡൗൺ ചെയ്ത് പ്ലാന്റ്സിനൊക്കെ ന്യൂട്രിയൻസ് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ്. ഹാർംഫുൾ ചെയ്യുന്നില്ല എന്നുള്ള മെത്തേഡുകളും ആൻഡ് ഓൾസോ ന്യൂട്രിയൻസ് വളരെ സ്ലോ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്ലാന്റ്സിന് കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾ ഇവിടെ ഓർത്തിരിക്കുക. വിത്ത് എക്സാമ്പിൾസ് അല്ലെ, റൈസോബിയം, അസോസ്പൈറിലം, മൈക്കോറൈസ. എക്സാമ്പിൾസ് ഓർത്തിരിക്കുക. അടുത്ത ആൾക്കാരാണ് നാനോ. നാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്മോൾ എന്നുള്ളതാണ്. സോ നാനോ യൂറിയ, നാനോ ഫോസ്ഫേറ്റ് ആൻഡ് നാനോ മെഗ്നീഷ്യം. അപ്പം നാനോ എന്ന് വെച്ച് എക്സാമ്പിൾസ് ഒക്കെ വരുന്നത് നാനോ ഫെർട്ടിലൈസേഴ്സ് ആണ്. സോ എന്താ, വളരെ എളുപ്പത്തിൽ കിട്ടും, ഒന്ന് നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നാനോ ഫെർട്ടിലൈസേഴ്സ് എന്നുള്ളത്. ഹാർംഫുൾ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് നോട്ട് ചെയ്യുക. ഫൈൻ. അടുത്തതാണ് ആർട്ടിഫിഷ്യൽ. ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സിന് എന്താ, ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ എന്താണ്, എക്സസ് ആയിട്ടുള്ളത് ദേ ആർ ഹാർംഫുൾ ടു ദ സോയിൽ ടെക്സ്ചർ ആൻഡ് ഡീകമ്പോസസ്. ദീസ് പോയിന്റ്സ് എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. ഡിസഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, എല്ലാത്തിൻ്റെയും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. എക്സാമ്പിൾസ് ആണ് അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ, അമോണിയം സൾഫേറ്റ്. അടുത്തത് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആണ്. സോ ഓർഗാനിക്കിന്റെ പ്രത്യേകത എന്താ, പ്ലാന്റ്സും അനിമൽസും ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് പ്ലാന്റ്സിന് എന്താണ്, ന്യൂട്രിയൻസ് അവൈലബിൾ ആവുക എന്നുള്ളതാണ്. സോ വളരെ സ്ലോ ആയിട്ടാണ് പ്ലാന്റ്സിന് എന്ത് കിട്ടുന്നത്, ന്യൂട്രിയൻസ് കിട്ടുന്നത് എന്നുള്ളതാണ് എന്താണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. എന്താ, എക്കോ ഫ്രണ്ട്ലി ആണ്. ആ ബാക്കി എന്താ, ഡാമേജോ കാര്യങ്ങളോ ഹാർംഫുൾനെസ് ഒന്നുമില്ല എന്നുള്ളത് നോട്ട് ചെയ്യുക. എക്സാമ്പിൾസ് നമ്മുടെ കമ്പോസ്റ്റ്, വേർമി കമ്പോസ്റ്റ്, അതേപോലെ തന്നെ മാനുവേഴ്സ് ഒക്കെ വരുന്നതാണ് ഓർഗാനിക്. അപ്പോൾ കൃത്യമായിട്ട് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും എക്സാമ്പിൾസും ആണ് നിങ്ങൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത്. ഇനി നമുക്ക് മാച്ച് ചെയ്ത് നോക്കാം അല്ലേ. യെസ്, ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ്. ആർട്ടിഫിഷ്യൽ ഏതാണ്, ദാറ്റ് ഈസ് ദ യൂറിയ. അടുത്തതാണ് നാനോ ഫെർട്ടിലൈസേഴ്സ് അല്ലേ. ഒന്നും നോക്കണ്ട, നാനോ എന്ന് പറയുന്നുണ്ട്. സോ നാനോ ഫോസ്ഫേറ്റ്. അടുത്തതാണ് ബയോ അല്ലേ. ബയോ എന്ന് പറയുമ്പോൾ ഏതാണ്, യെസ്, ലിവിങ് ഓർഗാനിസം ആലോചിക്കുക. സോ മൈക്രോ ഓർഗാനിസം ആയുള്ള റൈസോബിയം. അടുത്തതാണ് ഓർഗാനിക്. ഓർഗാനിക് കമ്പോസ്റ്റ്, വേർമി കമ്പോസ്റ്റ് എന്നൊക്കെ പറയുന്ന മാനുവേഴ്സ് ഒക്കെ എക്സാമ്പിൾസ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് വരച്ചു നോക്കുക, എന്നിട്ട് വേണം ആൻസറിലേക്ക് നോക്കാൻ അല്ലേ. പി എന്ന് പറയുന്നത് 2 ആണ്, ആൻഡ് ക്യൂ എന്ന് പറയുന്നത് 1, ആൻഡ് ആർ എന്ന് പറയുന്നത് 4 ആണ്, ആൻഡ് 3. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്, അപ്പൊ ആ ഒരു എൻറ്റയർ പോർഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. കൃത്യമായിട്ടല്ലേ ഈ ഒരു പോർഷൻ എന്നാണ് ക്വസ്റ്റ്യൻ വന്നത്. കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം, സ്കിപ്പ് ചെയ്യരുത്. ഫൈൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം, സെയിം പോർഷനിൽ നിന്ന് തന്നെയാണ്. സോ ഫെർട്ടിലൈസേഴ്സ് യൂസേജ് മെത്തേഡ് ഓഫ് എ ഡിഫറെന്റ് ഫാമേഴ്സ് ആർ ഗിവൺ ബിലോ, അനലൈസ് ദം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ അല്ലേ. നമുക്ക് നോക്കാം. ഓരോ ഫാമർ 1 ആണ്. യൂസ് എ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് സച്ച് ആസ് എ അമോണിയം ഫോസ്ഫേറ്റ് ആൻഡ് യൂറിയ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അമോണിയം ഫോസ്ഫേറ്റ് ആൻഡ് യൂറിയ. സോ ഇത് ഏത് മെത്തേഡാണ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആണ്. അടുത്ത് നോക്കാം, യൂസ് ഓൺലി ഓർഗാനിക് വേസ്റ്റ് ആണ്. സോ ഓർഗാനിക് വേസ്റ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ദ ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ആണ്. അടുത്തവിടെ ശ്രദ്ധിച്ചോ, യെസ്, യൂസ് എ മൈക്രോ ഓർഗാനിസം ലൈക്ക് റൈസോബിയം ആൻഡ് മൈക്രോ. അപ്പോൾ ഇവിടെ ഏതാ വരുന്നത്, ദാറ്റ് ഈസ് ബയോ ഫെർട്ടിലൈസേഴ്സ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഫാമേഴ്സിന് ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ ചോദിച്ചൊന്ന് നോക്കാം, സെയിം പോർഷൻ ആണ്. എക്സ്പ്ലെയിൻ ഹൗ ദെയർ ഫാമിംഗ് മെത്തേഡ് അഫക്ട് ദ സോയിൽ ടെക്സ്ചർ ആൻഡ് സർവൈവൽ ഓഫ് എ ഡീകമ്പോസ്. ശ്രദ്ധിക്കുക, ഇത് വെച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. ഓക്കെ, നമുക്ക് നോക്കാം. ഫാമർ 1 അല്ലേ, കെമിക്കൽ ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോയിലിലെ എക്സസ് യൂസ് എന്ന് പറയുന്നത് സോയിലിന്റെ ടെക്സ്ചറിനെയും ഡീകമ്പോസസിനെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഇവിടെ ഏതാണ്, ഓർഗാനിക് ആണ്. ഓർഗാനിക് എക്സ്പെഷ്യലി ഈ പറഞ്ഞിട്ടുള്ള സ്ട്രക്ചറിനെയോ സർവൈവലിനോ ഒന്നും ബാധിക്കുന്നില്ല. നല്ല എന്താ, എക്കോ ഫ്രണ്ട്ലി എന്നാ പറഞ്ഞത്. അടുത്തതാണ് ബയോ ഫെർട്ടിലൈസേഴ്സ്. ദിസ് ഓൾസോ എന്താ, എക്കോ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യലേ, ഡയറക്റ്റ് അല്ല നിങ്ങളോട് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ കണക്ട് ചെയ്യണം, ആൻസർ ചെയ്യണം. ഫൈൻ. അടുത്തത് വായിക്കാം. ബേസ്ഡ് ഓൺ ദ സ്റ്റേറ്റ്മെന്റ് ന്യൂട്രിയൻ ദാറ്റ് ക്യാൻ ബി ഈസിലി അബ്സോർബ്ഡ് ബൈ പ്ലാന്റ്
ഇൻ ഹെൽപ്പ് ഓഫ് എ ബെറ്റർ ഈൽഡ് അല്ലെ. ബെറ്റർ ഈൽഡ് എന്നാ പറഞ്ഞേ. എക്സ്പ്ലെയിൻ ഹൗ ദ ഫെർട്ടിലൈസേഴ്സ് യൂസ്ഡ് ബൈ ഫാമർ 1 ആൻഡ് ഫാമർ 2 വർക്ക്. അപ്പൊ ഫാമർ 1ഉം 2ഉം എങ്ങനെയാണ് ബെറ്റർ ഈൽഡുമായിട്ട്, അല്ലെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക, ക്യാൻ ബി ഈസിലി അബ്സോർബ്ഡ് ബൈ പ്ലാന്റ്സ് എന്നുള്ളതാണ് നമ്മുടെ ഹിൻസ് എന്ന് പറയുന്നത് അല്ലെ. ഈസിലി അബ്സോർബ്ഡ്. അപ്പൊ ഇവിടെ എന്താ 1ഉം 2ഉം ആണ് ചോദിച്ചത്. സോ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എങ്ങനെയായിരുന്നു? യെസ്, അബ്സോർപ്ഷനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കും. അതേപോലെ തന്നെ ഈൽഡ് എന്ന് പറയുന്നതും യെസ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അവിടെ പ്രശ്നം എന്താണ്? ഹാർംഫുൾ എന്നുള്ളതാണ് നമ്മുടെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. അടുത്തതാണ് ഫാമർ 2 അല്ലെ. സോ ദാറ്റ് ഈസ് ദ ഓർഗാനിക് ഫെർട്ടിലൈസർ ആണ്. ഓർഗാനിക്കിന്റെ പ്രശ്നം എന്താ? എക്കോ ഫ്രണ്ട്ലി ഒക്കെ തന്നെയാണ്. ബട്ട് എന്താ പ്രശ്നം? യെസ്, അബ്സോർപ്ഷൻ അല്ലെങ്കിൽ പ്ലാന്റ്സിന് കിട്ടുന്ന ആ ഒരു എമൗണ്ട് ഓഫ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് കമ്പയർ ടു ദ കെമിക്കൽ എന്ന് പറയുമ്പോൾ കുറവാണ്. സോ യെസ്, ഈൽഡ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? യെസ്, കുറയും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ഈൽഡ് ആണ് നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. സോ ഈൽഡ് എന്ന് പറയുന്നത് ഓർഗാനിക്കിൽ കുറവായിരിക്കും. ആൻഡ് കെമിക്കലിന് എന്താണ്? യെസ്, കമ്പയർ ടു ദ ഓർഗാനിക് കൂടുതലാണ്. ബട്ട് ഇതാണ് നമ്മുടെ എന്താ എക്കോ ഫ്രണ്ട്ലി എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് ആ ഒരു ഡിഫറൻസിയേഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഫെർട്ടിലൈസേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് എ ഫാം ന്യൂലി സ്റ്റാർട്ടഡ് ബൈ യങ് ഫാമർ ആർ ഗിവൻ below. Analyze them and answer the following question. Farming is done on 5 acres of a land അല്ലേ. സോ നിങ്ങളുടെ മനസ്സിൽ ചെറിയൊരു ധാരണ ഉണ്ടാവും. 5 acres of land ഉണ്ട്. സോ പാഡി കൾട്ടിവേഷൻ ഓൺ ദ വൺ സൈഡ്, ഒരു സൈഡിൽ പാഡി ഉണ്ട് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, 50 cent ഓഫ് എ ലാൻഡ് ഈസ് യൂസ്ഡ് ഫോർ കാറ്റിൽ. അപ്പോൾ ഒരു 50 cent എന്ത് ചെയ്തിട്ടുണ്ട്? കാറ്റിൽ റിയറിങ്ങിന് യൂസ് ചെയ്തു. ആൻഡ് ദർ ഈസ് എ പോണ്ട് അല്ലേ. സെൻട്രൽ ഒരു പോണ്ട് ഉണ്ട്. യെസ്, ഇതാണ് ഇതിൻ്റെ ഒരു പിക്ചർ എന്ന് പറയുന്നത്. ഫൈൻ. the method of farming is. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റും. കാറ്റിലുണ്ട്, പാഡ് ഉണ്ട്, പോണ്ട് ഉണ്ട്. ഡിഫറെൻ്റ് ആയുള്ള കൾട്ടിവേഷൻ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാണ്? ദാറ്റ് ഈസ് ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ്. കണ്ടോ? യെസ്, നമ്മളോട് പറയൊന്നുമില്ല, ഇങ്ങനെ ഇൻഡിക്കേഷൻസ് തരും. ആൻഡ് ഇൻഡിക്കേറ്റർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? യെസ്, ദിസ് ഈസ് ദ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ് ആണ് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. മനസ്സിലായോ? നമ്മൾ പഠിച്ച കാര്യം തന്നെ ആയിരിക്കും. ഓക്കെ, അടുത്ത വായിക്കാം. ഹൗ ഡസ് ദിസ് മെത്തേഡ് ഓഫ് ഫാമിംഗ് ഹെൽപ്പ് റെഡ്യൂസസ് ദ പ്രൊഡക്ഷൻ കോസ്റ്റ്. എങ്ങനെയാണ് പ്രൊഡക്ഷൻ കോസ്റ്റ്? അതാണല്ലോ നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചിട്ടുള്ളത് അല്ലേ. ഇവിടെ എന്താണ്? കാറ്റിൽസ് ഉണ്ട്. കാറ്റിൽസിൽ നിന്ന് കിട്ടുന്ന ആ ഒരു നൈട്രോജനസ് വേസ്റ്റുകൾ എന്ത് ചെയ്യുന്നു? പാഡിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നു. സോ വൺ ഫാമിംഗ് ആക്ടിവിറ്റിയിൽ നിന്ന് കിട്ടുന്ന റിസോഴ്സസ് ആർ യൂസ്ഡ് ഫോർ അനദർ വൺ. ഓക്കെ, യെസ്, അതേപോലെ തന്നെ പോണ്ടിൽ എന്തുണ്ട്? വാട്ടർ ഉണ്ട്. സോ ഇറിഗേഷൻസിന് എന്താണ്? യെസ്, ഈസി ആയിട്ട് വാട്ടർ അവൈലബിൾ ആവാം എന്നുള്ള. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഒന്നിലെ വേസ്റ്റ് അതറിൽ യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ത് ചെയ്യുന്നു? യെസ്, റെഡ്യൂസർ അല്ലേ. പ്രൊഡക്ഷൻ കോസ്റ്റ് കുറച്ചിട്ട് മാക്സിമം നമുക്ക് എന്തുണ്ടാക്കാം? യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ ഈൽഡ് എൻഹാൻസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇൻ്റഗ്രേറ്റീവ് ഫാമിങ്ങിൻ്റെ പ്രത്യേകത. അപ്പോൾ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യാനാണ് ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ആയിരിക്കും. നമ്മൾ എന്താ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ മതി. ഫൈൻ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ടു ഫൈൻഡ് ദ റീസൺ ഫോർ അബണ്ടന്റിങ് അഗ്രികൾച്ചർ, ദ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് കണ്ടക്ടഡ് എ സർവേ among the farmers in a certain region. The result of a survey are illustrated below in the form of a graph. Analyze the right answer. അല്ലേ? യെസ്, സർവേൻ്റെ ഒരു ഗ്രാഫാണ് തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തോന്നും. പക്ഷെ ഒന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, ആ മുഴുവൻ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക? ആദ്യം മുതൽ വായിക്കുക. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. പിന്നെ രണ്ടാം നമ്മളൊന്നും കൂടെ വായിക്കും. ഓക്കെ, എന്നതാണ് എന്നുള്ളത് നമുക്ക് ഐഡിയ വരും. ഓക്കെ, ഇവിടെ ഗ്രാഫ് തന്നിട്ടുണ്ട്. സോ റീസൺ ഫോർ അബണ്ടന്റ് അഗ്രികൾച്ചർ, ഇവിടെ എന്താണ്? നമ്പർ ഓഫ് ഫാമേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇതാണല്ലോ ഗ്രാഫ്. നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം അല്ലേ. യെസ്, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആൻഡ് identify the main reason why most farmers in the region abundant in agriculture. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മോസ്റ്റ് ഫാമേഴ്സ് ഇൻ ദ റീജിയൻ അബണ്ടന്റ് ആയിട്ടുള്ളത് എവിടെയാണ്? മോസ്റ്റ് ആൾക്കാർ കണ്ടോ? ഇവിടെ നമ്പർ ഓഫ് ഫാമേഴ്സ് അബണ്ടൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഏതാണ്? ഈ ഒരു ഏരിയയിലേ ഉള്ളത്. അപ്പം അതാരാണ്? ദാറ്റ് ഈസ് ദ ലിമിറ്റേഷൻ ഓഫ് എ ലാൻഡ് ആണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. അത് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല.
ആൻഡ് ഐഡന്റിഫൈ ദ റീസൺ എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചത്. അടുത്തും വായിക്കാം. റൈറ്റ് ദ നെയിം ഓഫ് എനി ടു ഫാമിംഗ് മെത്തേഡ് കുഡ് ബി ഹെൽപ്പ് ബ്രിങ് ദം ബാക്ക് ടു ഫാമിംഗ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ നമ്പർ ഓഫ് ഫാമേഴ്സ് കുറഞ്ഞിട്ടുള്ളത്? ലിമിറ്റേഷൻസ് ഓഫ് ലാൻഡ് അല്ലെ, ലാൻഡ് ഇല്ല എന്നുള്ളത്. സ്പേസ് കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നമ്മൾ സ്പേസ് ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യുക എന്നുള്ളത്. സോ അവിടെ നമ്മൾ ഒരുപാട് മെത്തേഡുകൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവില്ലേ, വിത്ത് ഫിഗേഴ്സ് കൂടിയിട്ട് അവിടെ പറഞ്ഞതായിരുന്നു നമ്മുടെ വേർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറയുന്നത് അല്ലേ. യെസ്, ലെയേഴ്സ് ആയിട്ട് അഗ്രിഗേഷൻ അല്ലേ, കൾട്ടിവേഷൻ ചെയ്യുക എന്നുള്ളത്. അടുത്തതായിരുന്നു അല്ലേ, സ്ഥലം ഇല്ലാത്ത ഒരാളുകളുടെ ഒരു ഓവർകം ചെയ്യാൻ നമുക്ക് സാക്കിൽ കൾട്ടിവേറ്റ്, സാക്ക് ഫാമിംഗ് എന്നുള്ളത്. ആൻഡ് ഓൾസോ ബോട്ടിൽ ഫാമിംഗ് എന്നുള്ളത്, ടെറസ് ഫാമിംഗ് എന്നുള്ളതും ആൻഡ് പോട്ട് ഫാമിംഗ്. ഇപ്പം നമ്മുടെ എന്താ ഫിഗേഴ്സ് വെച്ച് പഠിച്ചതാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഇത്രയും മെത്തേഡുകളാണ് സ്പേസ് കൺസ്ട്രെയിൻസ് എങ്ങനെ മറികടക്കാം എന്നുള്ളത്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഇത് ഓർത്തിരിക്കാം. ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ, some specific farming method adopted in that region ensure that water scarcity. അപ്പം ഇവിടെ നമ്മളോട് ചോദിച്ചത് എന്താണ്? യെസ്, ദാറ്റ് ഈസ് ദ വാട്ടർ സ്കാരിറ്റി ആണ്. ഫൈൻ. and not significantly affect the farmers. Explain any two such method. അപ്പോൾ നമ്മളിവിടെ എന്താണ് നമ്മളെ മൈൻഡിലേക്ക് വരേണ്ടത്? വാട്ടർ സ്കാരിറ്റി നമ്മളെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുന്ന പഠിച്ചേ? അതാണല്ലോ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇറിഗേഷൻ മെത്തേഡുകളായിട്ട് പഠിച്ചത്. സോ ഇറിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിങ് ആണ്. സോ നമ്മൾ 3 ടൈപ്പ് ഓഫ് ഇറിഗേഷൻസ് ആണ്. നിങ്ങൾ ആലോചിക്കുക, ഡ്രിപ്പ് ഇറിഗേഷൻ, വിക്ക് ഇറിഗേഷൻ ആൻഡ് മൾച്ചിങ്. അപ്പോൾ ഓരോന്നിൻ്റെയും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും വിത്ത് ഫിഗേഴ്സും നിങ്ങൾ ഓർത്തിരിക്കുക. ഫിഗർ തന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. അപ്പോൾ ഫിഗേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രിപ്പ് ഇറിഗേഷൻ എന്താ? വളരെ ഡ്രിപ്പായിട്ട് എന്ത് ചെയ്യുന്നു? യെസ്, ആ ഒരു എക്സാക്ട് സ്ഥലത്തേക്ക് വാട്ടർ കൊടുക്കുക എന്നുള്ളതാണ്. സോ ഇതുകൊണ്ട് വാട്ടർ ലോസ് എന്ത് ചെയ്യാം? തടയാം. ആൻഡ് ഓൾസോ എന്താ? യെസ്, വേറെ രീതിയിലുള്ള വേസ്റ്റേജോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഫൈൻ. അടുത്തതാണ് വിക്ക് ഇറിഗേഷൻ. വിക്ക് ഇറിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ ഡയറക്റ്റ്ലി ആ ഒരു റൂട്ടിലേക്ക് പറയുന്ന പോലെ, ഇവിടെ കണ്ടോ, ഇവിടെ വൈറ്റിൽ പോകുന്ന ഒരു സാധനം കണ്ടില്ലേ? സോ അതാണ് പൈപ്പ്. ആ പൈപ്പിലൂടെ പോകുന്നത് വാട്ടർ ആണെന്ന് മനസ്സിലാക്കുക. സോ ഡയറക്റ്റ്ലി എന്ത് ചെയ്യും? ഇവരുടെ റൂട്ടിലേക്ക് വെള്ളം കിട്ടും. സോ കുറച്ച് വെള്ളം മാത്രം മതി. ഫൈൻ. യെസ്, ഇവിടെ എന്താ? ഈ ഇതിലൂടെ പോകുന്ന വെള്ളം ഇവർക്ക് ആവശ്യമുള്ളത് മാത്രം എന്ത് ചെയ്തോളും? വിക്ക് ഇറിഗേഷനിലൂടെ ഇവർ അബ്സോർബ് ചെയ്തോളും. സോ കുറച്ചും കൂടെ എന്താ? ലെസ് വാട്ടർ മതി വിക്ക് ഇറിഗേഷൻ. അടുത്ത് നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ടത് മൾച്ചിങ് ആണ്. മൾച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താ? യെസ്, നമ്മൾ ഓൾറെഡി ഇറിഗേറ്റ് ചെയ്ത വാട്ടർ എന്താ ഇവാപറേറ്റ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? യെസ്, ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ കൾട്ടിവേറ്റ് ഫാമിംഗ് ഉണ്ടല്ലേ. സോ അവിടെ ഒന്നെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ലീഫ് അല്ലേ, വളരെതായിട്ടുള്ള ലീവ്സ്, ഹേയോ ലീവ്സോ കാര്യങ്ങളോ, ഡ്രൈ ആയുള്ള ലീവ്സോ ഒക്കെ എന്ത് ചെയ്യാണ് ഇവിടെ ഇടാം. അങ്ങനെ വരുന്ന സമയത്ത് എന്തും നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള വാട്ടർ ഇവാബ്രേറ്റ് ചെയ്ത് പോലെ ടു പ്രിവെൻറ്റ് ദ ഇവാബ്രേഷൻ ഓഫ് എ വാട്ടർ, ദാറ്റ് ഈസ് ദ മൾച്ചിങ്. ഓക്കെ, അപ്പം കൃത്യമായിട്ട് എന്ത് ചെയ്യുക? 3 മെത്തേഡുകളും ആലോചിച്ച് വെക്കുക. ആൻഡ് ഓൾസോ ഈ ഒരു ഫിഗറും. ഇപ്പം ഈ പറഞ്ഞ പോലെ ബയോളജിൻ്റെ കേസിൽ ഫിഗേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും? ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഫിഗേഴ്സ് ബേസ് ചെയ്തിട്ട് ഒരു 2 ക്വസ്റ്റ്യൻ എങ്കിലും എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാ ഫിഗേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കണം. അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്താണ് കൺസെപ്റ്റ് എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ഫെർട്ടിലൈസേഴ്സ് ഒന്നും ഒരിക്കലും വിട്ടു പോവാത്ത പോർഷനാണ്. എന്തായാലും നമുക്ക് എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കൂടുതൽ ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത ക്ലാസ് കാണാം. See you.